കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പോലീസിനെ തള്ളി ഇഡി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ഇഡി കൈമാറിയില്ലെന്ന ആരോപണം തെറ്റാണ്. വിചാരണ കോടതി മുഖേന ക്രൈംബ്രാഞ്ചിന് മുഴുവൻ രേഖകളും കൈമാറി. ഇഡി രേഖകൾ നൽകാത്തതിനാൽ അന്വേഷണം ഇഴയുന്നു എന്ന് പോലീസ് ഇന്നലെ ഹൈക്കോടതിയിൽ നിലപാടെടുത്തിരുന്നു. കൈമാറിയ രേഖകൾ തിരികെ ആവശ്യപ്പെട്ട് ഇഡി കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയുടെ പകർപ്പും പുറത്തുവന്നു. ഡാനി പോൾ ചേരുന്നു. ഡാനി, രൂക്ഷമായിട്ടുള്ള വിമർശനം ഇന്നലെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. ആ സമയത്ത് ഇഡിയുടെ പുറത്ത് ചാരുകയായിരുന്നു പോലീസ്. സിബിഐക്ക് വിടണമോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് കോടതി. അതിനിടയിൽ ഇഡി ഈ നിലപാട് കൂടി സ്വീകരിക്കുമ്പോൾ വീണ്ടും ഒരു വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത സ്വാഭാവികമല്ലേ? തീർച്ചയായും. കാരണം പോലീസിന്റെ നിലപാട് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ സ്വീകരിച്ച അന്വേഷണത്തിൽ നിലപാട് കുറെ കൂടി പരുങ്ങലാവുകയാണ് പോലീസിന്റേത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ ബോധിപ്പിച്ച കാര്യങ്ങൾ അതിനൊരു മറുപടി എന്ന രീതിയിൽ തന്നെയാണ് ഇഡിയുടെ ഈ പുതിയ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ക്രൈംബ്രാഞ്ചിന് കൈമാറി എന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ് കോടതിയിൽ ഇഡി സമർപ്പിച്ച രേഖ തന്നെയാണ് പുറത്തു വരുന്നത്. മുഴുവൻ രേഖകളും കൈമാറിയിട്ടില്ല എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പറഞ്ഞിരുന്നത്. ഇന്നലെ ശക്തമായ വിമർശനം കോടതിയിൽ നിന്ന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ചിനെ ഏറ്റുവാങ്ങുമ്പോൾ പോലും അതിനിടയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് മുഴുവൻ രേഖകളും വസ്തുതകളും കൈമാറിയിട്ടില്ല എന്നൊരു വാദത്തിലായിരുന്നു നിന്നിരുന്നത്. എന്നാൽ അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഇഡി പുറത്തുവിടുന്ന ഈ രേഖകളടക്കം പറയുന്നത്. മുഴുവൻ രേഖകളും ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. കോടതിയിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് ഈ രേഖകൾ ഏറ്റുവാങ്ങിയത്. മുഴുവൻ രേഖകളുടെയും അസൽ പകർപ്പാണ്, ഒറിജിനൽ തന്നെയാണ് കൈമാറിയിട്ടുള്ളത്. അതിൽ 4 മാസത്തേക്കാണ് രേഖകൾ വിട്ടു നൽകാനായിട്ട് കോടതി നിർദ്ദേശിച്ച സമയപരിധി ഉണ്ടായിരുന്നത്. പക്ഷെ ആ സമയപരിധി കഴിഞ്ഞിട്ട് പോലും ക്രൈംബ്രാഞ്ച് ഈ രേഖകൾ ഇഡി ആവശ്യപ്പെട്ടപ്പോൾ പോലും വിട്ടു നൽകിയില്ല. അതിന് പകരം നൽകിയ മറുപടി രേഖകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് ഇതിന് നൽകിയ മറുപടി. അതും ഇഡി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഇഡി രേഖകൾ നൽകാത്തത് കൊണ്ടല്ല അന്വേഷണം ഇഴഞ്ഞ് നീങ്ങിയത് എന്നതാണ് ഇപ്പോൾ ഇഡി ഈ രേഖകളിലൂടെ സമർത്ഥിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ PMLA പരിധിയിൽ പണത്തിന്റെ ആ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ നിയമത്തിൽ വരാത്ത ആളുകളുടെ പ്രതിപട്ടിക പോലീസിന് കൈമാറുമെന്നും ഇഡി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ സാങ്കേതിക നടപടിക്രമം എന്ന രീതിയിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷമായിരിക്കും ഇതുകൂടി കൈമാറുന്നത്. ചുരുക്കത്തിൽ ഇഡിയുടെ ഈ നടപടികൾ വന്നതോടുകൂടി ഇന്നലെ കോടതിയിൽ നിന്നേറ്റ ആ ഒരു തിരിച്ചടി ഒന്നുകൂടി ശക്തമായിരിക്കുകയാണ്. കാരണം ഇവർ ബോധിപ്പിച്ച കാര്യങ്ങൾ, ക്രൈംബ്രാഞ്ചിന് വേണ്ടി സർക്കാർ അഭിഭാഷകർ ബോധിപ്പിച്ച കാര്യങ്ങൾ പോലും വസ്തുതാപരമല്ല എന്നുകൂടിയാണ് ഇഡി ഇതിലൂടെ സമർത്ഥിക്കുകയും ചെയ്യുന്നത്. അപർണ. റൈറ്റ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. പോലീസിന് തിരിച്ചടി സ്വാഭാവികമാണ്, സർക്കാരിനും തിരിച്ചടിയായിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഇന്നലെ തന്നെ ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ്. അത് കൂടുതൽ ശക്തമാക്കുന്ന രീതിയിൽ ഇഡിയും നിലപാടെടുത്തിരിക്കുന്നു.